ഇതിന് രോഗാവസ്ഥയിൽ ഉപയോഗിക്കുന്ന അവസ്ഥ അത് തന്നെയാണ്. ഇതുകൊണ്ട് മാത്രമായിട്ട് ഇത് മാറില്ല, ഉറപ്പാണ്. കാരണം ഈ പറഞ്ഞ സംഗതികളൊക്കെ പരിഗണിച്ചുകൊണ്ട് അതിന് ഒരു സെറ്റ് ഓഫ് മെഡിസിൻ പ്രിസ്ക്രൈബ് ചെയ്യണം. ഓരോ കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് മരുന്നുകൾ മാറ്റം വരുത്തണം. നിങ്ങളുടെ രോഗലക്ഷണങ്ങൾ മാറ്റം വരുന്നതിനനുസരിച്ച്, രോഗ തീവ്രതയ്ക്ക് അനുസരിച്ച് മരുന്നുകൾ, തീവ്രത കുറഞ്ഞാൽ മരുന്നുകളുടെ മരുന്ന് മാറ്റേണ്ടി വരും, തീവ്രത കൂടിയാലും മരുന്ന് മാറ്റേണ്ടി വരും. ഒരു സൈറ്റിൽ നിന്ന് മറ്റൊരു സൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്താൽ അല്ലെങ്കിൽ സിംറ്റംസ് മാറ്റം വരുന്നതിനനുസരിച്ച് മരുന്നുകൾ മാറ്റേണ്ടി വരും. ഇനിയിപ്പോ ഇതൊന്നല്ലെങ്കിലും കാലാവസ്ഥയിൽ മാറ്റം വന്നാൽ പോലും ഈ മരുന്നുകൾ മാറ്റേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് സ്ഥിരമായിട്ട് ഒരു ഒറ്റമൂലി ഇന്ന മരുന്ന് കഴിച്ചാൽ ഈ രക്തവാദം മാറും എന്ന് പറയുന്നുണ്ടെങ്കിൽ അവർക്ക് ആയുർവേദം അറിയുന്നവരല്ല, ആയുർവേദക്കാരല്ല, ഇതിന്റെ സിദ്ധാന്തങ്ങളോ തിയറികളോ അറിയുന്നവരല്ല. അത് ഉറപ്പാണ്. ഓക്കെ, മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ട് ഈ ഒരു മരുന്നിൽ മാത്രം നിങ്ങൾ വിശ്വസിക്കരുത്. നിങ്ങളുടെ രോഗ തീവ്രതയ്ക്ക് അനുസരിച്ച്, കാലാവസ്ഥ, ഈ പറഞ്ഞ സംഗതികൾ ഞാൻ ആവർത്തിക്കുന്നില്ല, അതിനനുസരിച്ച് വേണ്ടതായ മരുന്നുകൾ ഒരു ആയുർവേദ ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് കൃത്യമായിട്ട് മെഡിസിൻ കഴിക്കുക. അതിപ്പോ മറ്റൊരാൾക്ക് നിശ്ചയിച്ച മരുന്നായിരിക്കില്ല നിങ്ങൾക്ക്, യൂറോപ്പിലുള്ള ആൾക്ക് നിശ്ചയിച്ച മരുന്നാവില്ല വാടാനപ്പള്ളിയുള്ള ആൾക്ക്